ഇത്രയും ചിരിയായിട്ട് ഞങ്ങൾ പോണത് എറണാകുളത്തെ ഒരു സെലിബ്രിറ്റീനെ കാണാനാട്ടോ. ആളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോണത്. അതിൻ്റെ ഒരു ടെൻഷൻ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ സെലിബ്രിറ്റീസിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഒരാളെ അടുത്ത് കണ്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നത്. അപ്പം അതിൻ്റേതായ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ വീട് എറണാകുളം ആയതുകൊണ്ട് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. ആളുടെ ഓൾമോസ്റ്റ് എല്ലാ ഫിലിംസും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെനിക്കൊരു മോസ്റ്റ് ഫേവറേറ്റ് ഫിലിം ഉണ്ട്. അത് ഞാൻ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പടം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിലത്തെ സോങ്സ് ആയാലും എൻ്റെ പ്ലേ ലിസ്റ്റിൽ ഫസ്റ്റ് സോങ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. പിന്നെ ഫ്ലാറ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഫ്ലാറ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴേക്കും പിന്നെ ബെല്ലൊക്കെ അടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ആൾക്കാർക്ക് തുറന്ന് ഫസ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ് ഗായ്സായിട്ടൊക്കെ. എനിക്കറിയില്ല എന്താ പറയുന്നത്. ശരിക്കും എനിക്ക് സ്വപ്നം പോലെയായിട്ട് തോന്നുന്നത്. ശരിക്കും സ്വപ്നം പോലെ കണ്ടു. ഒരാൾ നല്ല ടെൻഷൻ അടിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ കുറച്ച് നേരം വെയിറ്റിങ്ങിന് ശേഷം ആളെത്തി. ആള് വേറെ ആരുമല്ല, ഷിബില ചേച്ചിയാണ് കേട്ടോ. ഷിബില ചേച്ചി ഭയങ്കര സൂപ്പറാട്ടോ ആള്. ആളുടെ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ഫിലിം കക്ഷ്യാമണിപ്പിള്ള ആട്ടോ. ആൾക്കൊരു ഡ്രസ്സ് ഡെലിവറി ചെയ്യാനാണ് പോയത്. ആൾക്ക് ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കറിയില്ല ഇപ്പോഴും ആൾ എന്തൊരു സിമ്പിൾ ആൻഡ് ഹമ്പിളാണെന്നറിയാം. ഷിബില ചേച്ചി ആയാലും ഷിബില ചേച്ചിയുടെ ഹസ്ബൻഡ് ആയാലും ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള ഒരു ചേട്ടനും ചേച്ചിയുടെ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ആളുടെ കൈ കൊണ്ട് നല്ല അടിപൊളി ചായയൊക്കെ തന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. മക്കൾ അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഫുൾ വർത്താനം കത്തി വയ്പ്പായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ചേട്ടൻ നല്ല അടിപൊളി കപ്പിളാണ്. നല്ല വൈബ്, ഒത്ത വൈബിനുള്ള ആൾക്കാരാട്ടോ. അങ്ങനെ വർത്തമാനം സമയം പോയത് അറിഞ്ഞില്ല. അപ്പം ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പോകുന്നു. അപ്പോൾ താങ്ക് യു ഷിബില ചേച്ചി, താങ്ക് യു സോ മച്ച്.